ഹായ് ഫോക്സ്, നമുക്കിപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ ഇറങ്ങാം. സോ നമുക്ക് മാർക്കറ്റ്സ് ഓൾ ടൈം ഹൈസിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഓൾ ടൈം ഹൈസിലെ ടാർഗറ്റ്സിനെ കുറിച്ചും പുതിയ എന്തെങ്കിലും കോൺസെപ്റ്റ്സ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടൊക്കെ. സോ നമുക്ക് അത്യാവശ്യം നമ്മളൊരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ തിരിച്ച് ചാനലിലോട്ട് വന്നിരിക്കുന്നത്. നമ്മളപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോസും കാര്യങ്ങളും റിലീസ് ചെയ്യാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഈ വീഡിയോയുടെ റെസ്പോൺസും കാര്യങ്ങളും നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇന്നാക്റ്റീവ് ആയിരുന്നെങ്കിൽ പോലും അത്യാവശ്യം വ്യൂസും വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഓട്ടോമാറ്റിക്കലി കയറുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു പബ്ലിക് ഡൊമൈനിൽ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും ഇനി. സോ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് ഇറങ്ങാം. സോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി ചാർട്ടാണ്. സോ ഈ ഡെയിലി ചാർട്ടിൽ നമുക്ക് ബിഫോർ കണ്ടിന്യൂയിങ് നമുക്കിവിടെ ഒരു ഹൈ ഫോം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, എനിക്കറിയാം നിങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നും അതേ കണക്ക് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നും എല്ലാം നിങ്ങൾ എന്താ പറയുക മാർക്കറ്റ് റിവേഴ്സ് ആവും. അതേപോലെ തന്നെ ഈ ഒരു ഇയർലി മാനിപ്പുലേഷൻ്റെ എൻഡ് പോലും നിങ്ങൾക്ക് അങ്ങോട്ടും പെർസീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് ഓടി ഭയങ്കരമായിട്ട് മേളിൽ കയറിയെന്ന് എനിക്കറിയാം. ആക്ച്വലി ഈ ഒരു ഏരിയസിൽ ഞാൻ അത്ര വെല്ലല്ലായിരുന്നു. ഞാനൊരു ബ്രേക്കോ ഗ്യാപ്പോ എടുത്തിട്ട് നിൽക്കുമായിരുന്നു. ഫീവറായിരുന്നു. ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സോ പേഴ്സണലി നമുക്ക് ടെലഗ്രാമിൽ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ. സോ ഗെറ്റിംഗ് ടു നമ്മളെ വീഡിയോ, നിങ്ങളെ ഞാൻ മുമ്പൊരിക്കൽ പല പല സീരീസസിലായിട്ടും പല പല വീഡിയോസിലായിട്ടും നമ്മൾ പഠിപ്പിച്ചൊരു കാര്യമാണ്. നമുക്ക് മാർക്കറ്റ് തിരിയാനായിട്ട് നമുക്ക് മാർക്കറ്റ് തിരിയാനായിട്ട് നമ്മളുടെ മാനിപ്പുലേഷൻ അവസാനിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് വരാൻ പോകുന്നത്. സോ ഇവിടുത്തെ സ്പെഷ്യൽ എന്നല്ല, നമുക്കൊരു അത്യാവശ്യമായിട്ട് വേണ്ടൊരു എന്താ പറയുക കൺഫർമേഷൻ പോയിന്റ്സ് ഒക്കെ ആയിട്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വേണമായിരുന്നു, അതേപോലെ നമുക്ക് ഇവിടെയും ഒരു ഗ്യാപ്പ് വേണമായിരുന്നു. ആൻഡ് ഈ ഒരു ഹൈ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ബ്രേക്കർ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ആൻഡ് ഈ ഒരു ഹൈനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമായിരുന്നു. ആൻഡ് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയ കൊള്ളായിരുന്നു. ആൻഡ് ഇതൊരു ഓവറോൾ നമ്മൾ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ്. സോ സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് സി മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ നേരെ മിററായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റും. നമ്മുടെ മാർക്കറ്റ് മേളിൽ നിന്ന് ആ ഒരു മാനിപ്പുലേഷൻ കംപ്ലീറ്റ് ചെയ്തു, നമുക്ക് മാർക്കറ്റ് തിരിയുന്നു. ആൻഡ് ഈ ഒരു സെയിം ഗ്യാപ്പ് പ്രിൻസിപ്പിൾസ്, നമുക്ക് ഇവിടെയും ഒരു ഗ്യാപ്പ്, അത് കണക്ക് ഇവിടെയും ഒരു ഗ്യാപ്പ്. ആൻഡ് നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ ബ്രേക്കർ എന്ന് വിളിക്കുമായിരുന്നു. ആൻഡ് അതിനെ നമ്മൾ സി മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലിരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് ന്യൂ ടോപ്പിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. ലൈക്ക് IFVG. എനിക്കറിയാം നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലേ IFVG നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ബ്രേക്കർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം. അതേപോലെ എന്താ പറയുക, നമുക്ക് ഇതൊന്ന് റിലേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കറിയാം IFVG എന്ന് പറയുന്നത് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഇൻവേർഷനാണ് IFVG. അതേപോലെ ബ്രേക്കർ എന്ന് പറയുന്നത് നിങ്ങളുടെ OBയുടെ ഇൻവേർഷനെയാണ് നമ്മൾ ബ്രേക്കർ എന്ന് വിളിക്കുന്നത്. അപ്പം OBയുടെ ഇൻവേർഷൻ, ബ്രേക്കർ, അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലൈക്ക് OBയുടെ ഇൻവേർഷൻ എന്നല്ല, ഒരു ഫെയിൽഡ് ഓർഡർ ബ്ലോക്ക് ആണ് ബ്രേക്കർ എന്ന് പറയുന്നത്. സോ ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർഡർ ബ്ലോക്ക് വരച്ചിട്ട് അത് ബ്രേക്കർ ആവുന്ന സിനാരിയോസ്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആകുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കറിൻ്റെ പാറ്റേണിന് പകരം നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ലോജിക്ക് അവിടെ മനസ്സിലാവും. സോ ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ, ലൈക്ക് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ഒരു ഇൻവേഴ്സ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടായിക്കൂടെ നമുക്ക്. സോ ആ ഒരു ഇൻവേഴ്സ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഹൈ ഫോമായി, ആൻഡ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതേപോലെ തന്നെ റീസെൻ്റ്ലി നിങ്ങളോട് SMTക്കും നമുക്ക് ഇൻവേഴ്സായിട്ട് ഇൻവേഴ്സ് SMT എന്നല്ല അതിനെ പറയുന്നത്, നമ്മളതിനെ ഒരു SMT ബ്രേക്ക് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നേ ഉള്ളൂ. സോ ആ ഒരു സെയിം ഫിനോമിന നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്യാപ്പ് ഉണ്ട്, അതേപോലെ ഹൈ ഉണ്ട്, അതേപോലെ നമുക്ക് ഇവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ട്. സോ എക്സ്പെക്റ്റഡ് മാർക്കറ്റിൻ്റെ ഇതെന്ന് പറയുന്നത്, മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൽ വന്ന് നമുക്കിവിടെ റിജക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇവിടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ നിങ്ങളോടുള്ളത്. റിജക്ഷൻ കാണിച്ചു, അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ആണെന്നും കാണിച്ചു, അടുത്ത ഡേ നമുക്ക് ബുള്ളിഷ് ആണെന്നും കാണിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ 99% വരെ വന്നിട്ട് പിന്നെ ഫോളോ ഓഫ് ആയി. ഓക്കെ, മാനിപ്പുലേഷൻ കംപ്ലീറ്റഡ്, ഡിസ്ട്രിബ്യൂഷൻ. സോ ഈ ഒരു പോസിറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ ഓർ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ നമുക്കൊരു നമ്മളെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ബ്രേക്ക് ചെയ്ത് പോകുമ്പം നമുക്കതൊരു ഇൻവേർഷൻ ഗ്യാപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവേർഷൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ കാണാം, ഈ ഒരു സ്പെസിഫിക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ നമുക്കൊരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന് നമ്മൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പിൻ്റെ അകത്തിലോ ഇപ്പുറത്ത് ഗ്യാപ്പ് അതിനകത്ത് നിങ്ങൾക്ക് എൻട്രി തന്നു, ആൻഡ് മാർക്കറ്റ് ഇസ് ഫോളിങ്, ഈക്വൽ ലോസ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഈക്വൽ ലോസ് സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു
ഒന്നാമത്തെ കാര്യം റിജക്ഷൻ ബ്ലോക്കിൻ്റെയും ലിക്വിഡിറ്റിയുടെയും എല്ലാം മുകളിൽ പ്രയോറിറ്റി ഉള്ളത് ഈക്വൽ ലോസിനാണ്. നിങ്ങൾക്കത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈക്വൽ ലോസ് ഓർ ഈക്വൽ ഹൈസിനാണ് നമുക്ക് പ്രയോറിറ്റി മെജോറിറ്റി കൂടുതൽ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലിക്വിഡിറ്റി വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റിജക്ഷൻ ബ്ലോക്സ് വരുന്നത്. സോ ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഈ ഒരു ഹയറാർക്കി ഒരു പ്രയോറിറ്റി ഓഫ് ഓർഡർ ഈ ഒരു ഹയറാർക്കി ഒരു പ്രയോറിറ്റി ഓഫ് PDRAസിൻ്റെ ബേസിസിൽ നമുക്ക് ഈക്വൽ ഹൈസിന് വളരെ അധികം പ്രയോറിറ്റിയോടാണ്. ആൻഡ് ഓൾസോ ICTയും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു PDRA ആണ് ഈക്വൽ ലോസ് ആൻഡ് ഈക്വൽ ഹൈസ് ഈവൻ 1 മിനിറ്റ്സിൽ പോലും. സോ ഈ ഒരു ഈക്വൽ ലോഡ് ആണ് നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത് ഒരു ഇൻറ്റൻസീവ് വീഡിയോ ആണെന്ന് വെച്ചാൽ ലെറ്റ് സി നമുക്ക് ഈ വീഡിയോ നമ്മൾ എവിടെ കൊണ്ടുപോകുന്നതെന്ന്. സോ ഗൈസ്, എനിക്ക് ഇവിടെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. സോ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ നേരെ ഇൻവേഴ്സ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത ഒരു ഫിനോമിനൻ. സോ എനിക്കിത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാനുള്ളത് SMT ആയിട്ടാണ്. നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഇങ്ങനെ ഒരു ക്രാഷിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഡെലിവറി സമയത്തോ മാർക്കറ്റ് ഇങ്ങനെ ഫോൾ ആവും. ആ ഒരു ഫോൾ ആയതിനു ശേഷം മാർക്കറ്റ് ഒന്ന് മേളിലോട്ട് പോവും, എന്നിട്ട് നമുക്കൊരു ചെറിയൊരു SMT തരും, അതിനുശേഷം മേളിലോട്ട് പോകുന്ന രീതിയിലൊന്ന് കാണിക്കും. അപ്പം നമ്മൾ മോസ്റ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യാറ് നമുക്ക് ഈ ഒരു SMT മാർക്കറ്റ് ഇനി താഴോട്ട് ഈ ഒരു ഫേക്ക് SMT നമുക്ക് താഴോട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പം മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് മേളിലൊരു പ്രോപ്പർ SMT ഫോം ആയിട്ട് ഈ ഒരു ഫേക്ക് SMTനെ ബ്രേക്ക് ചെയ്ത് പോകണം. ഈ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ പ്രിൻസിപ്പിൾ നടക്കുന്നത്. നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, മാർക്കറ്റ് തട്ടി വരുന്നതും വേറൊരു ഗ്യാപ്പിൽ നിന്നാണ്. സോ ഈ ഒരു ഫേക്ക് ഗ്യാപ്പിന് നമ്മുടെ റിയൽ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്ത് പോകണം. OBയുടെ കോൺസെപ്റ്റും അങ്ങനെയാണ് വരുന്നത്. നമുക്കൊരു എന്താ പറയുക, ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ നമ്മൾ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ റെഡ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് റണ്ണിൽ റെഡ് ക്യാൻഡിൽ ഇൻവാലിഡേറ്റ് ആവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിൻ്റെ ഫോർമേഷൻ. സോ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സെയിം SMT ഇൻവേഴ്സ് SMT ആവുന്ന ഒരു സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. നമുക്ക് ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മുടെ ഇൻവേഴ്സ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുന്ന ഒരു ഒഫീഷ്യൽ നെയിം അല്ല. ഒഫീഷ്യൽ നെയിം ആക്ച്വലി ഇപ്പോൾ പുറത്ത് പറയാനായിട്ട് നമുക്ക് റൈറ്റ്സ് ഇല്ല. അത് ഉടനെ തന്നെ ഇതിൻ്റെ ഫൗണ്ടറോ ക്രിയേറ്റർ ആയിട്ടുള്ള ICT തന്നെ അത് റിലീസ് ചെയ്യും ഈ ഒരു ഇൻവേഴ്സ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ഇതിനെ. സോ ഈ ഒരു സെയിം ഇൻവേഴ്സ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിനെ നമുക്ക് ഇൻവേഴ്സ് CISD ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് CISD എന്ന് പറയുമ്പം അത് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ബ്രേക്കർ ആവുന്ന സിറ്റുവേഷൻസ് ആണ്. സോ ഇൻവേഴ്സ് CISD എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്കിൻ്റെ ക്രിയേഷൻ ആണ്. നമുക്ക് ഈ എൻഡിൽ നടക്കുന്ന ഓർഡർ ബ്ലോക്കിൻ്റെ ക്രിയേഷനാണ് നമ്മൾ CISD എന്ന് പറയുന്നത്. മാർക്കറ്റ് തിരിയുന്നു, ലിറ്ററലി പറഞ്ഞാൽ CISD എന്ന് പറഞ്ഞാൽ നമുക്കൊരു U-ടേൺ ആണ്. സോ ആ ഒരു U-ടേണിനെ തിരിച്ചാൽ ഒരു U-ടേൺ അല്ല എന്ന് പറഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു രീതിയെ നമുക്ക് ഇൻവേഴ്സ് CISD എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് നമുക്ക് പ്രോബബ്ലി ബ്രേക്കർ ആണ്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കാണ് ഫോം ആയെങ്കിൽ ബ്രേക്കറാണ് ഫോം ആയെങ്കിൽ നേരെ തിരിച്ചും. സോ ഇതാണ് നമ്മുടെ കറണ്ട് ഈ ഒരു മാർക്കറ്റിൻ്റെ എന്താ പറയുക ഒബ്സർവേഷൻ. എനിക്ക് ഡീപ്പായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ബട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, മാർക്കറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ഒരു റിച്വലാണ്. ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു എൻറ്റിറ്റി, ആ ഒരു എൻറ്റിറ്റി വെച്ചിട്ട് അതൊരു ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് പ്രോഫിറ്റബിൾ ആണ് എന്നുള്ള രീതിയിലല്ല. ഇത് ആക്ച്വലി ഒരു റിച്വലാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റും അതേപോലെ നിങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ കറൻ്റ്ലി ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഇൻ്റർനാഷണലി ഒന്ന് കാമായി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ കാംനെസ്സും അത് വേൾഡ് വാർ സിറ്റുവേഷൻസിലോട്ട് പോകുന്ന കാര്യങ്ങളല്ല, അത് ഒരു റിച്വൽസ് ആണ്. ഇന്ന ഡേറ്റിന് ഇന്ന കാര്യം ഇന്ന ആൾക്കാർക്ക് നടത്തണം, ആൻഡ് ആ സെയിം ആൾക്കാർ തന്നെയാണ് ഈ മാർക്കറ്റ്സും കൺട്രോൾ ചെയ്യുന്നത്. സോ ഈ ഒരു റിച്വലിൻ്റെ ഭാഗമാണ് മാർക്കറ്റ്. അപ്പോൾ ഈ റിച്വലിൽ നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറി പെന്നി അവർക്കത് കിട്ടിയേ പറ്റൂ. അപ്പോൾ അവർ കിട്ടുന്നതിൻ്റെ പ്രോസസ്സാണ് ഈ മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം മറന്നിട്ട് നിങ്ങളൊന്ന് ഈ ഒരു സിനാരിയോ ആലോചിച്ച് നോക്കിയേ. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഫോമായി, മാർക്കറ്റ് റിജക്റ്റായി വന്നതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നുമാണ്, ആൻഡ് നമുക്ക് ഇവിടെ നിന്ന് ലിക്വിഡിറ്റിയും തന്നു. പ്രോബബ്ലി ഇവിടെ നമുക്കൊരു SMTയും കാണും. മാർക്കറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ. ഇതാണ് ഞാൻ എൻ്റെ ഒരു ബുക്ക് റിലീസ് ചെയ്യാൻ ആലോചിച്ചിരുന്നു ഒരു നെക്സ്റ്റ് ഒരു 3 ഇയേഴ്സിനുള്ളിൽ. അപ്പം ഞാനത് മേജറായിട്ട് സംസാരിക്കാൻ പോകുന്നൊരു കാര്യമാണ് ഈ ഒരു ബിഹേവിയറൽ ആയിട്ടുള്ള ഈ ഒരു മാർക്കറ്റിൻ്റെ എന്താ പറയുക മാനിപ്പുലേഷൻ. നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ടെലഗ്രാമിൽ റീസെൻ്റ്ലി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം ഒരു ട്രേഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ 5 മിനിറ്റിനുള്ളിൽ ആ ട്രേഡ് കഴിയണം, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ആ ഒരു ട്രേഡ് തെറ്റാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫ്രീ ആണ്, ജോയിൻ ചെയ്യുക, ചാറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഞാനോട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ടെലഗ്രാമിൽ. സോ
ഇതൊരു ബിഹേവിയറൽ പാറ്റേൺ എന്നല്ല, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ബേസിസിലാണ് മാർക്കറ്റ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം വെച്ചു, എത്ര AI കാര്യങ്ങളും എല്ലാം വന്നിട്ട് മാർക്കറ്റിനെ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം മാർക്കറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ബിഹേവിയേഴ്സിൻ്റെ ബേസിസിലാണ്. സോ മാർക്കറ്റ് ബിഹേവിയേഴ്സിൻ്റെ ബേസിസിൽ ബിൽഡ് ചെയ്യുമ്പം ഇമോഷൻസോ കാര്യങ്ങളോ ഇല്ലാത്ത AIക്ക് അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഫോമായി, ഹൈ ഫോമായി, ഗ്യാപ്പ് ഫോമായി, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, പിന്നെ മോൾ ടൈം ഹൈസിലേക്ക് 40,000. പക്ഷേ മാർക്കറ്റ് തിരിച്ചിവിടെ താഴെ വന്നു. എക്സാക്ട്ലി ഈ ഒരു ഗ്യാപ്പിൻ്റെ 50%-നെ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഈവൻ ഇവിടെ ഒരു IFEG പോലും ഫോം ആയിട്ടുണ്ടെന്ന്. ഈ ഒരു ബ്ലോക്ക് നമുക്ക് IFEG പോലും ഫോം ആയിട്ടില്ല ആക്ച്വലി. ഈ ഒരു ഗ്യാപ്പിനെയും എല്ലാം നമുക്ക് റെസ്പെക്ട് ചെയ്ത്, നമുക്ക് IFEG പോലും ഫോം ആവാതെ നമുക്ക് ഗ്യാപ്പിനെ എല്ലാം റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോയി ബുള്ളിഷ് ആണെന്ന് കാണിച്ചു. പക്ഷേ ഇവിടെ ഞാൻ നോക്കുന്നൊരു കാര്യം, മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലും കൂടെ ക്ലോസ് ആവണമായിരുന്നു. സോ നമുക്ക് ആൽഗോരിതമിക് മാർക്കറ്റ് സിഗ്നേച്ചേഴ്സും ഉണ്ട്, കൂടാതെ നമുക്ക് ബിഹേവിയറലിൻ്റെ രീതിയിലും ചിന്തിക്കാം. ഒന്നാലോചിക്കാം, മാർക്കറ്റ് ഇവിടെ വന്നു, ഈ ഒരു ഗ്യാപ്പിനെ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പോലും അല്ല, ഇതൊരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പാണ്. യെസ്, ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഫ്യൂച്ചറിലും വളരെ ആവശ്യമായിട്ടുള്ള ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് തന്നെയാണ് ഈ ഒരു ഗ്യാപ്പ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ ഉണ്ട്. അപ്പം ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് എന്താ പറയുക, ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആൾക്കാരും നോക്കുമ്പം ഈ ഒരു ഗ്യാപ്പിന് നിങ്ങളൊരു കാര്യം ചോദിക്കും, ഇവിടെ അവർക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആക്കാമായിരുന്നു, പക്ഷെ അവരതൊരു എന്താ പറയുക വോഗ് തന്നെ ആക്കി. എന്ന് വെച്ചാൽ എല്ലാ ട്രേഡേഴ്സും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എല്ലാ ട്രേഡേഴ്സും ഇതിൽ ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ. ആൻഡ് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു ന്യൂസ് കാറ്റലിസ്റ്റാണ് SpaceXന്റെ IPO. അപ്പം ഈ വർഷം നമ്മുടെ യൂഷ്വൽ ഇയേഴ്സിനെയും കാട്ടി ഭയങ്കര വൈഡൻഡായിട്ട് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റഡ് ആണ് ഈ ഒരു ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയേഴ്സൊന്നും ഇങ്ങനെ അല്ല ഉണ്ടാവാറുള്ളത്. സോ അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് മാർക്കറ്റിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, നമുക്ക് എക്സാക്ട്ലി മാർക്കറ്റ് ഇവിടെ നിന്ന് റിജക്റ്റായി മുകളിലോട്ട് പോയി, അതിനുശേഷം അടുത്ത ക്യാൻഡിൽ പിന്നെയും വന്നു മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെയൊക്കെ പല പല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഈ ക്യാൻഡിൽ താഴെ വരെ വരും, നമ്മളെ ഗ്യാപ്പിൽ തൊടും എന്നൊക്കെ വിചാരിച്ചു. പ്രീവിയസ് ഡേ ലോ പോലും എടുത്തില്ല, മാർക്കറ്റ് എക്സ്ട്രീംലി ബുള്ളിഷ് ആണെന്ന് കാണിച്ചു. മാർക്കറ്റ് അവിടെ നിന്ന് ഫോളോ ഓഫ് ആയി. അപ്പം ഈ ഒരു പീക്കിൽ വരെ ഓൾമോസ്റ്റ് $2 trillion ഓപ്ഷൻ നോഷണൽ വാല്യൂവിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്ഷൻസിൽ. സോ അവിടുന്ന് മാർക്കറ്റ് ഫോളോ ഓഫ് ആയി. ഓൾമോസ്റ്റ് പിന്നെയും നമുക്ക് 5% ഫോളോ ഓഫ് ആയി. സോ ഗൈസ്, ഇതൊന്ന് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ചൊന്ന് തിങ്ക് ചെയ്യുക. അപ്പം ഇതൊരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ 1 minute എൻട്രീസിലും ഉപകാരപ്പെടും. ആൻഡ് ഇതിൻ്റെ ബേസിസിലാണ് ഞാൻ ആ ടെലഗ്രാമിൽ അന്നേരം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ടെക്നിക്കൽ കൺഫർമേഷൻസിലേക്ക് വരുവാണെങ്കിൽ ഫൈൻ, നമുക്കിവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ആൻഡ് ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ബ്രേക്ക് അവേ ഗ്യാപ്പോ അല്ല നമുക്ക് ഫോം ആയിരിക്കുന്നത്. നമുക്കൊരു ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി, നമുക്കിതൊരു ആൾക്കാർ ഇങ്ങനെയൊക്കെ വരച്ച് വയ്ക്കാറുണ്ട്. ഇതൊരു പാർഷ്യൽ സസ്പെൻഷൻ ബ്ലോക്കിൻ്റെ കാറ്റഗറി വരുന്നതാണ്. ഒബ്വിയസ്ലി ഗ്യാപ്പ് ആണ്, സോ ഗ്യാപ്പ് എന്ന് തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി എന്ന് വിളിക്കാം. സോ നമ്മളുടെ നോർമൽ എൻട്രി വരുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു പൊസിഷനിൽ നിന്നായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് മാർക്കറ്റ് ഇങ്ങനെ ഓടുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ഓപ്പണായി കഴിയുമ്പം നമുക്ക് താഴേക്ക് കുറച്ച് വന്നിട്ട് പെട്ടെന്ന് മാർക്കറ്റ് ഓടിപ്പോണം. പക്ഷേ അടുത്ത ദിവസത്തിൻ്റെ ഏഷ്യൻ സെഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ അടുത്ത ദിവസത്തിൻ്റെ ഏഷ്യൻ സെഷൻ നമുക്ക് ഓപ്പണായി മേളിലോട്ട് പോയിട്ടാണ് പിന്നെ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാനും അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡ് ഓഫ് ടൈം ബേസ്ഡ് ട്രേഡിങ്ങിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, മാർക്കറ്റിൻ്റെ മാർക്കറ്റിൻ്റെ നല്ല ഏതൊരു ക്യാൻഡലിനെയും ഓപ്പൺ ദെൻ വാട്ട്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ. സോ മാർക്കറ്റ് ഓപ്പൺ ദെൻ വാട്ട്, പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ് ഓപ്പൺ പിന്നെന്താ. അപ്പം ഈ ഒരു റൈലം അതേപോലെ തന്നെ ഈ ഒരു ബ്രേക്കറി വന്നതിന് ശേഷം തിരിച്ചു പോകുന്ന ഒരു രീതിയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മേളിൽ അതിൻ്റെ വിക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ മുകളിലോ ക്യാൻഡിൽ ക്ലോഷർ കിട്ടിയേ പറ്റൂ. ആ ഒരു ക്യാൻഡിൽ ക്ലോഷർ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരിക്കലും അവിടുന്ന് ഒരു ലോങ്സ് മുകളിലോട്ട് നോക്കാൻ പറ്റില്ല. സോ കമ്മിങ് ബാക്ക് ടു നമ്മുടെ ബെയറിഷ് സ്റ്റാൻസ്, നമുക്കിവിടെ ഗ്യാപ്പ് ഉണ്ട്, നമുക്കിവിടെ ലോ ഉണ്ട്, അതേപോലെ നമുക്ക് ഇവിടെയും ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ഫോർവേഡ്. സോ നമുക്ക് അടുത്ത കാണേണ്ടത്, നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത് താഴെ പോകുവാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ ബോഡി ക്ലോഷർ ഉണ്ടാവണം. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡിൽ നമുക്ക് ഫോർ എവർ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ വേണം. നമുക്ക് ആ ഒരു ഏരിയ ബാലൻസ്ഡ് ആവണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ നമുക്ക് ബെയറിഷ് സിനാരിയോ ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് റൂൾ ചെയ്ത് താഴെ വരും ആൻഡ് ഈ ഒരു ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യും,
പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിൽ പോകാൻ പാടില്ല. ആൻഡ് ഇവിടെ ഒരു ഗ്യാപ്പും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ആൻഡ് ആ 50% തിരിച്ച് നമുക്ക് ഫർദർ കണ്ടിന്യൂവേഷൻ ലോവറിലോട്ട് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു റിട്രേസ്മെൻറ്റും കാര്യങ്ങളും ആ ഒരു മന്ത് ഓപ്പൺ കഴിഞ്ഞിട്ട് ആ ഒരു തുടക്കത്തിലെ സമയത്ത് തന്നെ ഉണ്ടായാൽ നല്ലതാണ്. ജൂലൈ ഓപ്പൺ ചെയ്ത് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ഐ ആം നോട്ട് റിയലി ഇൻട്രസ്റ്റഡ്. അല്ലെങ്കിൽ ജൂലൈ ഓപ്പൺ ചെയ്ത് ഡ്രൂൾ ചെയ്ത് താഴെ വരുവാണെങ്കിൽ ഫൈൻ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ചൊക്കെ ലൈക്ക് ലാഗ് അടിച്ച് ഇതേപോലെ ലെത്താർജിക്കായിട്ട് താഴോട്ട് വരുവാണെങ്കിൽ നോട്ട് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ആ ഒരു ഷോർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലോങ് വ്യൂ ടേമിൽ. സോ നമുക്ക് ക്വിക്കായിട്ട് ഈ ഒരു മാർക്കറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് 1 അവറിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ഞാൻ കുറച്ച് എന്താ പറയുക ലിക്വിഡിറ്റി ബ്ലോക്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഹൈ ഫോർമേഷൻ ഈ ഒരു ഹൈ ആണ്. ആൻഡ് പ്രോബബിളി ഇവിടെ നമുക്കൊരു ഒരു ഹൈ പ്രോബിലിറ്റി SMTയും അതേപോലെ ഈ ഒരു ഹൈ ഫോം ആയിരിക്കുന്ന സെഷൻ ഏതാന്ന് നോക്കുക, ഈ ഒരു ഹൈ ഫോം ആയിരിക്കുന്ന ടൈം ഏതാന്ന് നോക്കുക. ഈ ഹൈസും അതേപോലെ ഈ ഹൈസും ഒക്കെ നിങ്ങൾ വളരെ എന്താ പറയുക കെയർഫുൾ ആയിട്ട് സ്റ്റഡി ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട്. ഹിഡൻ ഇൻ പ്ലെയിൻ സൈറ്റ് ആണ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഈ ലോയും അതേപോലെ ഈ 2 ഹൈസും. അപ്പം ഈ ഒരു നമുക്ക് 8th of June തൊട്ട് നമുക്ക് ഇവിടം വരെ നമുക്ക് ഈ ഒരു ഇതിനകത്ത് 1 മിനിറ്റിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ആ ഒരു ഹൈസും ലോസും സ്റ്റഡി ചെയ്യുക. ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐസിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. നിങ്ങൾക്കും ഞാൻ എടുക്കുന്ന കണക്കത്തെ പ്രെഡിക്റ്റീവ് ട്രേഡ്സ് എടുക്കാൻ പറ്റും, വെറുതെ റിയാക്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം. സോ നമുക്ക് കുറച്ച് ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ആയിരുന്നു. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കണ്ടറിയാം, നമുക്ക് എൻബോഗ് ആണ്. ആ ഒരു ഗ്യാപ്പ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടും പിന്നെ മാർക്കറ്റിൻ്റെ ടാർഗറ്റ്സ് കഴിഞ്ഞില്ലായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്ന ടാർഗറ്റ്സ് നമുക്ക് ആക്ച്വലി ഈ ലോസ് ആയിരുന്നു. ആ ലോസും മാർക്കറ്റ്സ് എടുത്തു, തിരിച്ച് IRLലേക്ക് കയറി. അതിനുശേഷം നമുക്കുള്ളത് ഈ ഒരു ലോസ് ആണ്. അപ്പം ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ കറൻ്റ്ലി ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 1 അവറിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്സ് ഇതാണ്. ഈ ഒരു ഗ്യാപ്പിനെ പെർഫെക്റ്റ് ആയിട്ട് ബോഡീസും കാര്യങ്ങളും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗ്യാപ്പാണ് കറൻ്റ്ലി നമ്മൾ മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യുന്നത്. സോ നമുക്കിനി കാണേണ്ട കാര്യം ആ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോകണം. സോ ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഈക്വൽ ലോസ് പെർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മുടെ S&Pയുടെ അല്ലെങ്കിൽ നമ്മുടെ ESU 2026ൻ്റെ അവിടുത്തെ റിയാക്ഷൻ എന്നല്ല, അവിടുത്തെ ഒരു SMT ഫോർമേഷനും അതേപോലെ അതും നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് YMU 2026ൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. സോ ഞാൻ പിന്നെ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ആക്ച്വലി റിയാക്ഷൻ അല്ല, നമുക്ക് അവിടുത്തെ ഒരു ഇൻ്റർ മാർക്കറ്റ് റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് അവിടെയും ക്ലിയർ അല്ലെങ്കിൽ യൂസ് $DXY ഡോളർ ഇൻഡെക്സും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ഈ മാർക്കറ്റിൽ കാണുന്നത് നമുക്ക് ഗ്യാപ്പിൽ ലോ, നമുക്ക് ഇവിടെ ഒരു സീരീസ് ഓഫ് ഗ്യാപ്സ് ആൻഡ് നമുക്ക് മാർക്കറ്റ് തിരിച്ച് അതിലേക്ക് റിട്രേസ് ചെയ്തു. ആൻഡ് നിങ്ങൾക്ക് കണ്ടാലും കാണാം ആ ഒരു എൻവോഗിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഗ്യാപ്പിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ആൻഡ് ഈ ഒരു പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് മീംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു ക്ലിയർ മാനിപ്പുലേഷനാണ്. മാർക്കറ്റ് കഴിഞ്ഞു ബുള്ളിഷ് ആണെന്ന് കാണിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എൻട്രി തന്നു, പിന്നെയും കയറുവാണെന്നുള്ള രീതി കാണിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ബ്രേക്കായി താഴെ വന്നു. സോ ഗൈസ്, ക്രാഷസ് ട്രേഡ് ചെയ്യാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നവർ ഒന്ന് മൈൻഡിൽ വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് ചെയ്യുക ഈ ഒരു ന്യൂസ്, റെഡ് ഫോൾഡർ ന്യൂസസിനെ പറ്റി. ഫേമസ് അല്ലാത്ത റെഡ് ഫോൾഡർ ന്യൂസസിനെ പറ്റി റിസർച്ച് ചെയ്യുക. ക്രാഷസ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരോട് ക്രാഷസ് എങ്ങനെയാണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആൻസർ ഇതാണ്. നിങ്ങൾക്കത് ഒന്ന് റീസർച്ച് ചെയ്യാവുന്നതാണ്. അതും നിങ്ങളുടെ ഐസൈറ്റിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ഇരുന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. ആൻഡ് മാർക്കറ്റ് ഡ്രോപ്പായി നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. സോ ഞാൻ ഇനി ഡെയിലി നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് റിലീസ് ചെയ്യും. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ റാപ്പപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷൻ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഇന്ത്യൻ മാർക്കറ്റും കൂടെ ടച്ച് ചെയ്യാം. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഫർദർ വീഡിയോസിലേക്ക് റീഷെഡ്യൂൾ ചെയ്യാം. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്തി ആയെന്ന് തോന്നുന്നു. സോ നമുക്ക് 9:30 ഓപ്പൺ ഇതായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ കുറച്ച് ആൾക്കാർക്ക് എന്താ പറയുക ഓഫ്ലൈനിൽ ഒരു ലെക്ചർ കൊടുത്തിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ്ലൈനിൽ ഒരു ലെക്ചർ കൊടുത്തിട്ട് വരുന്ന വഴിക്കാണ്. അപ്പം ഈ ഒരു മാർക്കറ്റ് നമുക്കിവിടെ ഓപ്പണായി. ആ ഒരു ഡേ ഓവറോൾ ഫോളിംഗ് ആയിരുന്നു. ആ ഒരു ഡേ മാർക്കറ്റ് ഓപ്പണായി. ഗൈസ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ലോ ഫോമായ ടൈം, അതേപോലെ ഈ ലോ ഫോമായ ടൈം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലോസിൻ്റെ
ടൈംസ് സ്റ്റഡി ചെയ്യുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് റിസർച്ചിലും കാര്യത്തിലോട്ടൊക്കെ ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല. ടൈം വളരെ സിമ്പിൾ കാര്യമാണ്. ആൻഡ് ഓൾസോ മാക്രോ ടൈമിലാണ് ആ ഒരു കൺസോൾട്ടേഷനിൽ നിന്ന് പ്രൈസിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് എന്തുകൊണ്ടായിരുന്നു ബുള്ളിഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഫ്രൈഡേ ആൻഡ് ഇറ്റ് ഇസ് TGIF. ഫ്രൈഡേയിലെ ഡെലിവറി ആക്ച്വലി സിമ്പിൾ ആയിരുന്നു. ആൻഡ് ഓൾസോ മാർക്കറ്റ് ഓപ്പണായി മേളിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്തു ആൻഡ് നമുക്ക് കുറേ കൺസോൾട്ടേഷന് ശേഷം താഴോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതായിരുന്നു ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷൻ. പക്ഷേ ഐ എം എ ബിറ്റ് എന്താ പറയുക നോട്ട് ഹാപ്പി വിത്ത് ഈ ഒരു ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷൻ ഇവിടെ നിന്ന് പോയതിൽ. ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷൻ കുറച്ചുകൂടെ പോകാമായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ട്രേഡിൽ ഇൻവോൾവ് ആയിരുന്നു. ഈ ഒരു ട്രേഡ് ഞാൻ എക്സാക്ട്ലി ക്യാൻഡിൽ നമ്മുടെ ഈ ഒരു ഹൈ ഫോമായ എക്സാക്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഫോമായ എക്സാക്റ്റ് മൊമെൻറ്റിൽ തന്നെ ഞാൻ എൻ്റെ ഷോർട്ട് എൻട്രി ഇവിടെ ലിമിറ്റ് ഓർഡർ ഇട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് ഇങ്ങനെ എങ്ങോട്ടൊക്കെ ആയിരുന്നു ആ ഒരു ട്രേഡ്, നിങ്ങൾക്ക് ടെലഗ്രാമിൽ കയറി നോക്കാം. സോ ആൻഡ് എൻ്റെ ടാർഗറ്റ് വരെ അത് വന്നില്ല. എൻ്റെ എക്സിറ്റ് അവിടെ ഫെയിലായി. ബട്ട് സ്റ്റിൽ ഞാൻ ഏതോ 4:10 അറൗണ്ടിഷ് ഞാൻ എക്സിറ്റ് ആയിരുന്നു. ഞാൻ എൻ്റർ ചെയ്ത 3 മിനിറ്റിലാണ്. അതായിരുന്നു ഈ ഒരു ചാർട്ട് അൺഫെമിലിയർ ആയിട്ട് തോന്നിയത്. ഈ ഒരു ട്രേഡ് വാലിഡ് ആണോ എന്ന് വെച്ചാൽ യെസ് വാലിഡ് ആണ്. അത് ഫൈനൽ അവർ ട്രേഡാണ്. സോ നമുക്ക് ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഓപ്പണായി മേളിലോട്ട് പോയി, തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഞാൻ ഡീപ്പായിട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ പോസിബിളി ആൾക്കാർക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഇവിടെ ഓക്കെ ഇത് 1 മിനിറ്റിൻ്റെ ചാർട്ടാണ്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് പോസിബിളി ആൾക്കാർ പല രീതിയിലും ട്രേഡ് ചെയ്യാനായിട്ട് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുവാണ്. ഗൈസ്, മാർക്കറ്റ് ഓപ്പൺ തൊട്ട് നിങ്ങളൊരു കാര്യം നോക്കുക, നിങ്ങളുടെ എല്ലാ 30 മിനിറ്റ് മാർക്ക് ചെയ്യുക. കാരണം ഇന്ത്യൻ മാർക്കറ്റ് വളരെ ചെറിയ ടൈമിംഗ് ആയതുകൊണ്ട് 30 മിനിറ്റ് മാർക്ക് ചെയ്യുക. 1 അവർ എടുക്കണേ 1 അവർ എടുക്കാം. 30 മിനിറ്റ് മാർക്ക് ചെയ്യുക. ആ ഒരു പ്രൈസ് ആക്ഷൻ എക്സാക്ട്ലി ഓപ്പൺ ആവും, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊന്ന് സ്റ്റഡി ചെയ്യുക. 30 മിനിറ്റ് മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണോ നിങ്ങൾക്കൊരു വളരെ ചെറിയ ഒരു 1 മിനിറ്റ് SMTയും അതേപോലെ തന്നെ നിങ്ങൾക്ക് അതൊരു മാക്രോ ടൈമിങ്ങിലും നിങ്ങൾക്ക് മാക്രോയുടെ വർക്കിങ്ങും കാര്യങ്ങളും അറിയാനാണെങ്കിൽ നിങ്ങൾ മാക്രോയുടെ ടൈംസ് ഒന്ന് ബോക്സ് ആയിട്ട് ഇട്ടിട്ട് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. മാക്രോയിൽ ഒരു റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു വർക്ക് ലൈക്ക് ഒരു ഡെലിവറിയോ പോസിബിളി നടന്നിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഒരു ചെറിയ 1 മിനിറ്റ് ബേസ്ഡ് SMTയും കാണും. ആൻഡ് പ്രോബബ്ലി ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഗ്യാപ്പും കാണും. സോ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് ബയാസ് ഒന്നും ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബെയറിഷ് സ്റ്റാൻസ് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നു ആൻഡ് താഴോട്ട് പോകുന്ന കാണുമ്പം യു ഷുഡ് ബി സസ്പിഷ്യസ്. ആൻഡ് ഇങ്ങനത്തെ സിനാരിയോസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ആൻഡ് അത് മാക്രോയിലും കൂടെ ഒക്കെ ആണെങ്കിൽ എക്സ്പെക്ട് ഹയർ പ്രൈസസ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ്, ഓപ്ഷൻസ് എന്താണ്, ഫ്യൂച്ചേഴ്സ് എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം, ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവർക്കും ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യം ക്യാപിറ്റലൈസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ലൈക്ക് ഒരു ഡീറ്റെയിൽഡ് 6 അവർ ലോങ് എക്സ്പ്ലനേഷൻ വീഡിയോ ഓപ്ഷൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.